കേരള രാഷ്ട്രീയത്തിലെ മായാത്ത വ്യക്തിമുദ്രയായ പി.ജെ. ജോസഫ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കാൻ ഒരുങ്ങുമ്പോൾ അതൊരു കാലഘട്ടത്തിന്റെ അവസാനവും പുതിയൊരു രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ തുടക്കവുമാണ്. തൊടുപുഴയുടെ മണ്ണിൽ നിന്ന് പതിറ്റാണ്ടുകളായി നിയമസഭയിലെത്തുന്ന ജോസഫ് തന്റെ പിൻഗാമിയായ മകൻ അപ്പു ജോൺ ജോസഫിനെ നിയോഗിക്കുന്നത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ അധികായനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ചെയർമാനുമായ പി.ജെ. ജോസഫ് സജീവ തിരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത് അണികളിലും രാഷ്ട്രീയ നിരീക്ഷകരിലും വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 1970-കൾ മുതൽ തൊടുപുഴയുടെ രാഷ്ട്രീയ ഗതിവിധികൾ നിശ്ചയിച്ചിരുന്ന ജോസഫ് തന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ഇത്തവണ മാറി നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ തന്റെ തട്ടകം മറ്റൊരാൾക്ക് വിട്ടു നൽകുന്നതിന് പകരം സ്വന്തം മകനിലൂടെ ആ അധികാരം നിലനിർത്താനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. തൊടുപുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പി.ജെ. ജോസഫ് എന്നത് കേവലം ഒരു എം.എൽ.എ മാത്രമല്ല, മണ്ഡലത്തിന്റെ വികസനത്തിലും ജനങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളിലും അദ്ദേഹം ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. കാർഷിക പ്രശ്നങ്ങൾ മുതൽ ഹൈറേഞ്ച് രാഷ്ട്രീയത്തിലെ സങ്കീർണതകൾ വരെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം പുലർത്തിയ മികവാണ് ഇത്രയും കാലം അദ്ദേഹത്തെ തോൽപ്പിക്കാനാവാത്ത നേതാവാക്കി നിലനിർത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പൊതുവേദികളിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നപ്പോഴും തൊടുപുഴയിലെ വോട്ടർമാർ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. എന്നാൽ ഇത്തവണ സജീവ പോരാട്ടത്തിന് തന്റെ ശരീരം അനുവദിക്കില്ല എന്ന തിരിച്ചറിവിലാണ് അദ്ദേഹം പകരക്കാരനെ തേടിയത്. പിതാവിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ കുറച്ചു കാലമായി നിഴലായി കൂടെയുള്ള വ്യക്തിയാണ് അപ്പു ജോൺ ജോസഫ്. പാർട്ടിയുടെ IT സെല്ലിന്റെയും പ്രൊഫഷണൽ വിഭാഗത്തിന്റെയും ചുമതലക്കാരനായിരുന്ന അദ്ദേഹം സാങ്കേതിക വിദ്യയും രാഷ്ട്രീയവുമായി എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് തെളിയിച്ച വ്യക്തിയാണ്. 2025 ജനുവരിയിൽ പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അപ്പുവിന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് ഉറപ്പിക്കപ്പെട്ടിരുന്നു.